Hello everyone, welcome to Ace Chemistry. നമുക്ക് periodicity main group element എന്ന് പറയുന്ന മൊഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 50 എലമെന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജനും ഫോസ്ഫറസും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് അല്ലേ. പിന്നെ നമുക്ക് ഗ്രൂപ്പ് 15 എലമെന്റ്സിലെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം. അമോണിയ എല്ലാവർക്കും അറിയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ, NH3 എന്ന് പറയുന്ന അമോണിയ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹേബർ പ്രോസസ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് പ്രോസസ്സ് വഴിയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചത് ഏതാണ്? ഹേബർ പ്രോസസ് അല്ലെ. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അയേൺ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അയണോ അയൺ ഓക്സൈഡ് എന്തായിട്ട് ഉപയോഗിക്കും? കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതായത് Fe. അയൺ ആണ് മിക്കവാറും കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രൊമോട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മൊളിബ്ഡിനം. മൊളിബ്ഡിനം എലമെന്റ് അല്ലെ. മൊളിബ്ഡിനം എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഈ കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടർ ആയിട്ട് മൊളിബ്ഡിനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതും ചിലപ്പോൾ ഒരു പ്രൊമോട്ടർ ആയിട്ട് K2 ഉപയോഗിക്കാറുണ്ട് കേട്ടോ. K2O അതുപോലെ Al2O3 അതും എന്തായിട്ടുണ്ട്? പ്രൊമോട്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എനിവേ, നമ്മൾ റിയാക്ഷൻ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. 450 to 500 ഡിഗ്രി സെൽഷ്യസ് എന്തോ നല്ല ടെമ്പറേച്ചർ വേണം. 400 to 500 ഡിഗ്രി സെൽഷ്യസ് വേണം. ഏകദേശം ഒരു 200 atm ആണ് ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് N2 plus 3H2 നൈട്രജനും ഹൈഡ്രജനും ഇതെന്തായിട്ട് മാറുന്നത്? അമോണിയ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാറ്റലിസ്റ്റ്, പ്രൊമോട്ടർ, ഈ റിയാക്ഷൻ കണ്ടീഷൻസ്, ഈ പേര്, ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിൽ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇതിൽ പഠിക്കാനില്ല കേട്ടോ. ഇത് നമുക്ക് എന്തേ ഉള്ളൂ, ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ പഠിക്കാവുള്ളൂ. പിന്നെ ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ഈ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. N2 plus 3H2 ഈ കണ്ടീഷൻസും കാറ്റലിസ്റ്റും ഒക്കെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. വേറെ പിന്നെ യെസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അമോണിയയുടെ ഫോർമേഷൻ ഫേവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എന്ന് പറയുന്നത് ഇൻക്രീസ് ഓഫ് പ്രഷർ ആണ്. ഇൻക്രീസ് ഇൻ പ്രഷർ. നമ്മുടെ ലേ ഷാർഡിൽസ് പ്രിൻസിപ്പിൾ ഇല്ലേ, ലേ ഷാർഡിൽസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഹേബർ പ്രോസസ്സിന്റെ റിയാക്ഷൻ കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇവിടെ പ്രഷർ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അമോണിയ ഫോം ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ഈ N2H2 രണ്ടും കൂടി ചേർന്നിട്ട് NH3 ആകുമ്പോൾ അവിടെ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ രണ്ട് മോൾസ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ ഗ്യാഷ്യസ് മോൾസ് രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ അമോണിയ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അമോണിയ ഫോം ചെയ്തത് എന്താണ്? ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ഇൻ പ്രഷർ അല്ലെ. അപ്പൊ അതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ഒക്കെ എന്ത് വേണം? പ്രഷർ ഇൻക്രീസ് ചെയ്യണം. എന്നാലും എന്തുണ്ടാവുള്ളൂ? അമോണിയ ഫോം ചെയ്യുള്ളൂ. അത് ലേഷർസ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നതാണ്, ഈക്വിലിബ്രിയം ആ യൂണിറ്റിൽ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻക്രീസ് ഇൻ പ്രഷർ എന്താണ്? അമോണിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ലേ ഷാർഡിൽസ് പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ലോ ആകുമ്പോഴാണ് ഈ റിയാക്ഷൻ ഫേവേർഡ് ആവുന്നത്. കാരണം ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, എന്താൽപി ചേഞ്ച് നെഗറ്റീവ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയുന്നതാണ് ശരിക്കും ഫേവർ ചെയ്യുക. കാരണം അമോണിയ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ന്യൂട്രലൈസ് എന്ത് വേണം? എൻഡോതെർമിക് ആവണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ശരിക്കും അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ടെമ്പറേച്ചർ ലോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് ആക്ടിവേഷൻ എനർജി കിട്ടില്ല. നമ്മൾ കൈനറ്റിക്സ് പഠിച്ചതാണ് അല്ലെ. ടെമ്പറേച്ചർ പറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ടെമ്പറേച്ചർ 450 ടെമ്പറേച്ചർ നമ്മൾ വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് അമോണിയ ഫോർമേഷൻ ഫേവർ എന്നുള്ളത്, ഈ ഇൻക്രീസ് ഇൻ പ്രഷർ എന്നുള്ളത് എന്ത് ചെയ്യുക, അതെന്തായാലും ഓർത്ത് വെക്കാം. അത്ര മതി. നമുക്ക് അടുത്ത കോമ്പൗണ്ട് ആണ് നൈട്രിക് ആസിഡ്, HNO3. നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓസ്വാൾഡ് പ്രോസസ്. ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാറ്റലിസ്റ്റ് ഓക്സിഡേഷൻ ഓഫ് NH3 ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. നമ്മൾ അമോണിയ എടുക്കുന്നു, അമോണിയയും അതുപോലെ ഓക്സിജനും, ഇത് രണ്ടും എടുക്കുകയാണ്. ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇത് നമ്മൾ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? ഒരു പ്രഷർ റേഷ്യോ വരുന്ന ഏകദേശം 1:8 ആണ് റേഷ്യോ കേട്ടോ. ഈ റേഷ്യോ ഉദ്ദേശിക്കുന്നത് 1:8 റേഷ്യോ ആണ്. പ്രഷർ ഏകദേശം 9 atm ഒക്കെ. അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ NH3യും ഓക്സിജനോട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് കിട്ടുന്നു? 4NO കിട്ടുന്നു. 4NO, NO2 അല്ല, NO, 4NO കിട്ടുന്നു കേട്ടോ. 4NO ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. ബാക്കി നമുക്ക് 6H2O വരും. ഇതൊക്കെ എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം സംഭവിക്കുന്നത്. NH3 എന്തായിട്ട് ഓക്സിഡൈസ് ആവാണ്? NO ആയിട്ട് ഓക്സിഡൈസ് ആവാണ്. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു അലുമിനിയം ചാമ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. അലുമിനിയം ചാമ്പർ, ഒരു അലുമിനിയം ചാമ്പർ ഉണ്ട് ഇവിടെ. അവിടെ എന്തുണ്ട്? പ്ലാറ്റിനം, റോഡിയം, ഗോസ് അവിടെ ഉണ്ട്. പ്ലാറ്റിനം, റോഡിയം ആണ്. ടെമ്പറേച്ചർ ഏകദേശം നല്ല ടെമ്പറേച്ചർ 800 ഡിഗ്രി ഒക്കെ വരും. അപ്പൊ ഈ പ്ലാറ്റിനം, റോഡിയം, ഗോസ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ഇവിടെ ഒരു അലുമിനിയം ചാമ്പർ ഉണ്ട്, അലുമിനിയം കാറ്റലിസ്റ്റ് ചാമ്പർ. ഈ സ്റ്റീലിന്റെ ചാമ്പർ, അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ചാമ്പറോ, അതിൽ എന്തുണ്ടായിരിക്കും? പ്ലാറ്റിനം, റോഡിയം ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. അപ്പൊ അതെന്ത് ചെയ്തു? നമുക്ക് NO കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഇനി NO പിന്നെ ഓക്സിഡൈസ് ചെയ്യാം. NO ഓക്സിഡൈസ് ചെയ്യാൻ എന്തായിട്ട് അതും ഓക്സിജൻ ആയിട്ട് തന്നെ. അപ്പൊ NO ഓക്സിഡൈസ് ചെയ്യാം. 2NO ഗ്യാസ് ആണ് പ്ലസ് O2 ഗ്യാസ്. എന്ത് കിട്ടും? 2NO2 ഗ്യാസ്. എന്ത് കിട്ടും? നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് NO എന്താകും? ഓക്സിഡൈസ്ഡ് ആവും. ഇവിടെ എന്തിനാ ഗ്യാസ് ആട്ടോ അല്ലെ? NH3 ഇതെന്താണ്? ഇതെല്ലാം ഗ്യാസ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. ഓക്കെ, അത്രയായി. അപ്പൊ ഇതാണ് നമുക്ക് NO2 കിട്ടി. ഇനി NO2 എന്ത് ചെയ്യുക? വാട്ടറിൽ ഡിസൊല്യൂട്ട് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് O2. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഈ NO2 വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൊല്യൂട്ട് ചെയ്യുന്നു, ഡിസോൾവ് ആക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 4NO2 വേണം ഇവിടെ. ഗ്യാസ് ആണ്, ഓക്സിജനും ഗ്യാസ് ആണ്, ഓക്സിജന്റെ പ്രസൻസിലാണ്. 2H2O. വാട്ടർ എന്താണ്? ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. 4 എന്ത് കിട്ടും? HNO3 കിട്ടും. ഇതാണ് കണ്ടോ, ഇതാണ് ഇത് അക്യൂസിലാണ് കിട്ടുക നമുക്ക്. ഡിസോൾവ് ആയിട്ട്, വാട്ടർ ഡിസോൾവ് ആയിട്ട് 4HNO3 നമുക്ക് അക്യൂസ് സൊല്യൂഷനിലാണ്, അല്ലെങ്കിൽ അക്യൂസ് സ്റ്റേറ്റിലാണ് നമുക്ക് കിട്ടാം. ക്ലിയർ ആയി? എന്ത് ഫോം ചെയ്തു? HNO3 ഫോം ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇത്ര അതിന്റെ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസ്വാൾഡ് പ്രോസസ് അല്ലെ? ഓസ്വാൾഡ് പ്രോസസ്. അപ്പൊ ആദ്യം NH3 ഓക്സിജൻ ചേർന്ന് NO ഉണ്ടായി. പിന്നെ NO നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് NO2 ഉണ്ടാക്കുന്നു. പിന്നെ NO2 നമ്മൾ വാട്ടറിൽ ഡിസൊല്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയി? ഇത്രയാണ് നമുക്ക് നൈട്രിക് ആസിഡ് പ്രിപ്പറേഷൻ പഠിക്കാനുള്ളത്. നമ്മൾ അടുത്ത് പോകുന്നത് ഫോസ്ഫറസിന്റെ ഒരു കോമ്പൗണ്ട് ആണ്. ഫോസ്ഫാസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഫോസ്ഫാസിൻ കേട്ടിട്ടുണ്ടോ? ഫോസ്ഫാസിൻ ആണ്. ഇത് ഫോസ്ഫറസിന്റെയും നൈട്രജന്റെയും ഒരു സൈക്ലിക്കോ അല്ലെങ്കിൽ അസൈക്ലിക്കോ ആയിട്ടുള്ള പോളിമർ ആണ്. ഇവിടെ കണ്ടില്ലേ? NP ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് എന്തുണ്ട്? ഈ പറഞ്ഞ ഫോസ്ഫറസും നൈട്രജനും വരുന്നുണ്ട്. അതാണ് ഇത്. അപ്പൊ ഇവിടെ ഈ PN എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ആയിട്ട് വരുന്നു അല്ലെ? PNR2 ട്ടോ. PNR2 എന്തായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ? PNR2 അതെന്തായിട്ട് വരുന്നുണ്ട്? റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ജനറൽ ഫോർമുല എന്താ? PNR2 എന്ന് പറയാം. ഫോസ്ഫറസിന് മുകളിൽ കണ്ടോ 2 R ഗ്രൂപ്പ് ഉണ്ട്. ഈ R ഗ്രൂപ്പ് ഏതായിരിക്കും? കോമൺ ആയിട്ട് R ഗ്രൂപ്പ് വരുന്നത് എന്താണ്? ക്ലോറിൻ ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്താ പറയാ ഫോസ്ഫറസിൻ ആണ് ക്ലോറോഫോസ്ഫറസിൻ. ഈ ആറിന് പകരം എന്ത് വരുന്നു? ക്ലോറിൻ വരുന്നു. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോസ്ഫറസിൻ. ഇനി നമുക്ക് ഫോസ്ഫറസിൻ പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. സൈക്ലിക് ട്രൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് സൈക്ലിക് ട്രൈമർ. സൈക്ലിക് ആണ് അല്ലെ? ഇത് സൈക്ലിക് ടെട്രാമർ ആണ്. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് ടെട്രാമർ ആയിട്ടാണ്. പിന്നെ മൂന്നാമത് ചെയിൻ പോളിമർ. ഇതാണ് PR2N. കണ്ടോ? ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. PNR2 എന്ന് എഴുതാം കേട്ടോ. PNR2 എന്ന് എഴുതാം. കോമൺ ആയിട്ട് അങ്ങനെയാണ് എഴുതാറ്. പക്ഷെ ഫോസ്ഫറസിന് മുകളിലാണ് എന്ത് വരുന്നത്? 2 R ഗ്രൂപ്പ് വരുന്നത്. ഇതിങ്ങനെ പോളിമർ ആയിട്ട് ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകും. അപ്പൊ ഇത്രയും സ്റ്റേറ്റിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോറോഫോസ്ഫസിൻ ആണ് ഇത്. ഇവിടെ ആറിന് പകരം എന്ത് വരും? ക്ലോറിൻ വരും. 6Cl ആവും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നോക്കാം. ഇവിടെ ഒറ്റ മെത്തേഡ് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മെത്തേഡ്. അതെന്ന് പറയുന്നത് എങ്ങനെയാ? നമുക്ക് PCl3 നമുക്ക് എടുക്കാം. PCl5 ആണ്. PCl5 ഇല്ലേ? ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഈ PCl5 ഏകദേശം N. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു N എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. എത്രയെന്ന് കറക്റ്റ് എടുക്കുന്നില്ല. അപ്പൊ NPCl5. അതുപോലെ എന്ത് ചെയ്യാം? NH4Cl അമോണിയം ക്ലോറൈഡും PCl5 കൂടി. അത് രണ്ടും റിയാക്ഷൻ കണ്ടീഷൻ പറയുന്നത് ഏകദേശം ഒരു 120-150 ടെമ്പറേച്ചർ. ഇപ്പൊ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് NPCl2N അല്ലെങ്കിൽ PNCl2 എങ്ങനെ എഴുതാം? ഓക്കെ, N പ്ലസ് ബാക്കി എന്തായിട്ട് പോകും? ബാക്കി HCl. ഇവിടെ 4NHCl. ഓക്കെ, നമുക്ക് കിട്ടേണ്ട എന്താണ്? ഈ കാരണം ക്ലോറോഫോസ്ഫസിൻ ആണ്. ഇതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഓർക്കാനുള്ളത് ഈ പറയുന്ന കോമ്പതാണ്. ഒന്ന് PCl5 പിന്നെ അമോണിയം ക്ലോറൈഡും. ഇത് രണ്ടും നമുക്ക് ഓർത്ത് വെക്കണം. അതിനാണ് ക്ലോറോഫോസ്ഫസിൻ ഉണ്ടാവുന്നത് മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ അതായി അല്ലേ? അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഒരുപാട് ഉണ്ട് ഈ ടോപ്പിക് ഒക്കെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ ഓർത്ത് വെക്കുക? ജനറൽ ഫോർമുല ഉണ്ടല്ലോ, PNCl2N. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലാനാർ 6 മെമ്പേർഡ് റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ? സ്ട്രക്ചർ 6 മെമ്പേർഡ് ആയിട്ടുള്ള പ്ലാനാർ റിംഗ് ആണ്. ഇവിടെ നൈട്രജൻ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഫോസ്ഫറസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ ഇതെങ്ങനെ വരുന്ന വെച്ചാൽ നമുക്കൊന്ന് ഇലക്ട്രോൺസ് ഇട്ട് നോക്കാം. ഹൈബ്രിഡൈസേഷൻ ട്ടോ. ഇലക്ട്രോൺസ് ഇടുമ്പോൾ നൈട്രജൻ എത്ര ഇലക്ട്രോൺസാ? ഇതിന്റെ 2s ആണ് കാണിക്കുന്നത്. 2s 2p അങ്ങനെ വരുന്നത്. ഇപ്പൊ 2s 2 ഇലക്ട്രോൺ, 2pയിലോ 2p3 അല്ലേ നൈട്രജൻ? ഇങ്ങനെ വരും. ഫോസ്ഫറസ് ആണെങ്കിൽ 3s ആണ് അല്ലേ? 3s 2 ഇലക്ട്രോൺ ഇങ്ങനെ. ആക്ച്വലി ഇവിടെ ഈ ഫോസ്ഫറസ് ആയതുകൊണ്ട് ഇതിന് എന്തുകൂടി വരും? ഡി ഓർബിറ്റൽ കൂടി വരും. അത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാ കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ വാക്കന്റ് ഡി ഓർബിറ്റൽ ആർക്കുണ്ട്? ഫോസ്ഫറസിനുണ്ട്. അതുകൊണ്ട്
ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റ്. ഇനി എക്സൈറ്റഡ് എന്ത് സംഭവിക്കും? ഈ എസ് ഇലക്ട്രോണിൽ ഈ എസ് ഇലക്ട്രോൺ ഈ വാക്കന്റ് ആയിട്ട് ഡി ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ആവും. അപ്പൊ എസിൽ ഒരു ഇലക്ട്രോണേ പിന്നെ ഉണ്ടാവുള്ളൂ. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും. കണ്ടിട്ട് ഇങ്ങനെ വരുന്നത്. സോ ഇവിടെ ഫോസ്ഫറസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്നാണ് sp3 ആണ്. ഇവിടെ sp3 വരും. നൈട്രജൻ ആണെങ്കിൽ sp2 വരും. ക്ലിയർ ആയി? മതി. ഇനി ഈ നൈട്രജന്റെ ഇത് ലോൺ പെയർ ആയി നിൽക്കും. നൈട്രജൻ അങ്ങനെയാണല്ലോ നമുക്കറിയാം. ഓക്കെ, ഇത് sp2 ആണ്, ഇത് sp3 ആണ്. ഓക്കെ, ജസ്റ്റ് ഈ രണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്യുക, ഇവിടെ ഉറപ്പിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ പൈ ബോണ്ടിങ് ഉണ്ട് അല്ലെ? അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്തുണ്ട്? പൈ ബോണ്ടിങ് ഉണ്ട് അല്ലെ? പി എൻ അൾട്ടർനേറ്റ് ആയിട്ട് പൈ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് അവിടെ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ നൈട്രജന്റെ പി ഓർബിറ്റിലും ഫോസ്ഫറസിന്റെ ഡി ഓർബിറ്റിലും ആണ് ഈ ഡീലോക്കലൈസേഷനിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പൊ നമുക്ക് രണ്ട് മോഡലുകൾ നമുക്ക് പറയാം. ഒന്ന് ക്രേഗ് ആൻഡ് പഡോക്ക് മോഡൽ. ഈ ക്രേഗ് ആൻഡ് പഡോക്ക് മോഡലിൽ ഇവർ പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് പൈ ബോണ്ടിങ് ആണ്. ഏതൊക്കെയാണ്? ഇവിടെ ഇൻവോൾവ് ആവുന്ന ഫസ്റ്റ് നൈട്രജന്റെ പി-സെഡ് അല്ലെ? നൈട്രജന്റെ പി-സെഡ് ഓർബിറ്റലും ഫോസ്ഫറസിന്റെ ഡി ഓർബിറ്റലും ബോണ്ടിങ് ഇൻവോൾവ് ആവും. ഏത് ബോണ്ടിങ്ങിലാ? പൈ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആവാണ്. ആ കേസ് നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പൈ ബോണ്ടിങ് പറയാം. ഓക്കെ, മൂന്ന് രീതിയിൽ പറയാൻ പറ്റും. ഒന്നാമത് ഹെട്രോമോർഫിക് പൈ ബോണ്ടിങ് ആണ്. ഹെട്രോമോർഫിക് എന്ന് പറഞ്ഞാൽ ഈ പീന്റെ ഫോസ്ഫറസിന്റെ ഡി എക്സ് നൈട്രജന്റെ പി-സെഡും. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? നൈട്രജന്റെ പി-സെഡ് ആണ് ഇവിടെയൊക്കെ ഇൻവോൾവ് ആവുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. ഫോസ്ഫറസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റലുകൾ. അപ്പൊ ഫോസ്ഫറസിന്റെ ഡി എക്സ് നൈട്രജന്റെ പി-സെഡും കൂടി എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതാണ് ഹെട്രോമോർഫിക്. പക്ഷെ ഇത് രണ്ടും സിമെട്രി മിസ്മാച്ച് ആയത് കാരണം ഇവിടെ നോഡ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡി എക്സ് പി-സെഡും എന്താണ്? സിമെട്രി മാച്ച് അല്ലാത്ത കാരണം നോഡ് ഫോം ചെയ്യും. അത് ഇലക്ട്രോൺസ് കാണൂല. ഇനി അടുത്തത് ഹോമോമോർഫിക്. ഹോമോമോർഫിക് ആകുമ്പോൾ പിയുടെ ഫോസ്ഫറസിന്റെ ഡി വൈസെഡും നൈട്രജന്റെ പി-സെഡും ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? നോഡൊന്നും ഫോം ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്താണ് ഇൻപ്ലെയിൻ എന്ന് പറയുന്നത്. ഇൻപ്ലെയിൻ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ sp2 ലോൺ പെയർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? sp2 ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഫസ്റ്റ് നിൽക്കുന്ന ഈ ലോൺ പെയർ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഫോസ്ഫറസിന്റെ വാക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റിലേക്ക് ഡി എക്സ് വൈയിലേക്കോ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിലേക്കോ എന്ത് ചെയ്യുന്നു? ഈ നൈട്രജൻ അതിന്റെ sp2 ഓർബിറ്റലിലെ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തത് ഇൻപ്ലെയിൻ പൈ ബോണ്ടിങ്. ക്ലിയർ ആയി? ഹെട്രോമോർഫിക്, ഹോമോമോർഫിക്, ഇൻപ്ലെയിൻ പൈ ബോണ്ടിങ്. ഓക്കെ, ഇവിടെയൊക്കെ ഇൻവോൾവ് ആവുന്നത് നൈട്രജന്റെ ഏതാണ്? നൈട്രജന്റെ പി-സെഡ് ആണ്. പിന്നെ ഈ കേസിൽ നൈട്രജന്റെ ലോൺ പെയർ അതിന്റെ ഒരു sp2 ന്ന് ആ ലോൺ പെയർ ആണ് പോകുന്നത് വെച്ചിട്ട് ഓർത്ത് വെക്കാം. ബാക്കി രണ്ടിടത്തും എന്താണ്? നൈട്രജന്റെ പി-സെഡ് ആണ്. ഫോസ്ഫറസിന്റെ ഡി എന്തുണ്ട്? മാറ്റുണ്ട്. ഇവിടെ ഡി വൈസെഡ് ആണ് ഹോമോമോർഫിക്കില്. അതുപോലെ ഇവിടെ ആദ്യത്തെ കേസ് ഹെട്രോമോർഫിക്കിൽ ഡി എക്സ് ആണ്. ഓക്കെ, ബേസിൽ ഇത്രയും ഡീപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും എന്താ ഈ ക്രേഗ് ആൻഡ് പഡോക്ക് മോഡൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്ന് ഓർത്ത് വെക്കാം. നൈട്രജന്റെ പി ഓർബിറ്റലും ഫോസ്ഫറസിന്റെ ഡി ആണ് എന്ന് ഓർത്ത് വെക്കാം. ക്രേഗ് ആൻഡ് പഡോക്ക് മോഡൽ. ഇനി അടുത്തൊരു മോഡൽ ഐലൻഡ് മോഡലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഡി എക്സും ഡി വൈസും ഫോസ്ഫറസിന്റെ അത് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പുതിയ രണ്ട് ഓർബിറ്റൽ ഉണ്ടാവുന്നു. അത് നൈട്രജനിലേക്ക് ഡയറക്റ്റ് ആയി നിൽക്കുകയാണ്. അങ്ങനെ സംഭവമാണ്. അങ്ങനെ ഒരു 3 സെന്റർ ബോണ്ട് നൈട്രജൻ കവർ ചെയ്തിട്ട് ഒരു 3 സെന്റർ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ഇവിടെ. ഫോസ്ഫറസിന്റെ എക്സും വൈസും ഈ രണ്ട് ഓർബിറ്റൽ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ ഓർബിറ്റൽ ഉണ്ടാവുന്നു. അത് നൈട്രജനിലേക്ക് ഡയറക്റ്റ് നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ ഫോസ്ഫറസിൽ എന്തുണ്ട്? നോഡ്സ് പ്രസന്റ് ആകും. കാരണം ഈ ഫോസ്ഫറസിന്റെ ഈ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്താണെന്ന് അറിയോ? അത് ഓർത്തോഗണൽ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ആയത് കാരണം അവിടെ നോഡ്സ് പ്രസന്റ് ആയിരിക്കും. ഇത്രയാണ് ഐലൻഡ് മോഡൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ, അല്ലാതെ നമുക്കിത് വല്ലാതെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്തായാലും പഠിക്കാം. ഫോസ്ഫറസ് sp3, നൈട്രജൻ sp2 ആണ്. ഈ ജനറൽ ഫോർമുല ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ ഫോർമുല PnR2 എന്ന് പറയുന്ന ഫോർമുല അതൊക്കെ തന്നെ ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ അത്രയ്ക്ക് മതി. അപ്പം അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് 15 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഗ്രൂപ്പ് 15 ആണ് ഇപ്പൊ കഴിഞ്ഞത്. അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. റിയാക്ഷൻ പഠിക്കാനുണ്ട്. ഈ ക്ലോറോഫോസ്ഫറസിന്റെ ഒരു റിയാക്ഷൻ ജസ്റ്റ് വേണമെങ്കിൽ പഠിക്കാം. നമുക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് മാത്രം. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് അത് മാത്രം ഒന്ന് എഴുതാം. PNP ഇതാണ് നമ്മളെ ക്ലോറോഫോസ്ഫറസ് എന്നാണ് എഴുതാൻ പോകുന്നത്. ക്ലോറോഫോസ്ഫറസ് ഇങ്ങനെയല്ലേ? ഫോസ്ഫറസിന് മുകളിലാണ് ക്ലോറിൻ വരുന്നത്. 2 ക്ലോറിൻ അല്ലേ? അങ്ങനെ വന്നു. ഇനി ഇത് എന്ത് ചെയ്യാം? ഇത് സപ്പോസ് നമുക്ക് CH3MgI നമ്മുടെ ഗഗനാർഡ് റിയേജന്റ് റിയാക്ട് ചെയ്യിച്ചോളൂ. ഇതൊരു ന്യൂക്ലിയോഫൈൽ ആണ്. CH3MgI എന്ന് പറഞ്ഞാൽ ഗഗനാർഡ് റിയേജന്റ് ന്യൂക്ലിയോഫൈൽ ആണല്ലോ. ന്യൂക്ലിയോഫൈൽ CH3 എടുത്ത് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് എന്ത് വരും? CH3 വരും. ക്ലോറിൻ റീപ്ലേസ് എന്ത് വരും? ഫോസ്ഫറസിന് മുകളിൽ എന്താ വരിക? CH3 വരും. NP. ഓക്കെ, ഇവിടെ ഒക്കെ CH3 വരും കേട്ടോ. CH3 ജസ്റ്റ് എളുപ്പമാണ്, അങ്ങനെ എഴുതാൻ മാത്രമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു
ഏതാണ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് 15 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് എന്താ നോക്കാനുള്ളത്? ഗ്രൂപ്പ് 16 നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ 15 കഴിഞ്ഞു. അപ്പൊ നമ്മൾ 13, 14, 15 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 16, 17, 18 3 ഗ്രൂപ്പും കൂടിയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയേ? ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ക്ലാസ് ആണ്. തിയറി അതുകൊണ്ട് വല്ലാതെ കൺസെപ്ഷ്യൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ടൈമൊന്നും നമുക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ക്ലാസ് ചെറിയ ക്ലാസ് ആണ്. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വെറുതെ പകുതിക്ക് നിർത്തേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര ക്ലാസ് മതി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.